പ്രശാന്തേട്ടാ, എല്ലാവരും ഉറ്റുനോക്കുന്നത് മഹാരാഷ്ട്രയ്ക്കും അതോടൊപ്പം തന്നെ ഹരിയാനയ്ക്കും പിന്നാലെ ബി.ജെ.പി. ഡൽഹിയിൽ അധികാരത്തിൽ വരുമോ എന്നാണ് എല്ലാവരുടെയും ചർച്ചയും. അങ്ങനെയാണ് എല്ലാവരും കാത്തിരിക്കുകയും ചെയ്യുന്നത്. കാരണം എന്താണ് ഡൽഹിയിൽ സംഭവിക്കുന്നത്? പക്ഷേ ഇത് ഇപ്പോഴും കൃത്യമല്ല. അങ്ങനെ ബി.ജെ.പിക്ക് ഡൽഹിയിൽ അധികാരത്തിൽ വരാൻ സാധിക്കുമോ? നമുക്ക് പറയാൻ പറ്റുമോ സാധിക്കുമെന്ന്? പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കഴിഞ്ഞ പ്രാവശ്യത്തെ കൊണ്ട് പൂർണ്ണമായിട്ടും ആം ആദ്മിക്ക് അനുകൂലമല്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ എല്ലാവർക്കും വേറെ ഓപ്ഷൻ ആലോചിക്കുന്നില്ല. ആം ആദ്മി വലിയ കാര്യമായിട്ട് പോയി. പക്ഷേ ഈ പ്രാവശ്യം അവർക്ക് എതിരായിട്ട് വലിയൊരു നീക്കം അല്ലെങ്കിൽ വലിയൊരു സംസാരം ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടി വരുമ്പോൾ, ആം ആദ്മി പാർട്ടി അറിയാമല്ലോ, അഴിമതി രഹിതമായിട്ടുള്ള പാർട്ടി, അണ്ണാ ഹസാരയുടെ സമരത്തിൽ നിന്നുണ്ടായ പാർട്ടി, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ വിദ്യാഭ്യാസമുള്ള ഒരാൾ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി, വളരെ സിമ്പിളായിട്ട് ജീവിതം നയിക്കുന്ന ഒരു പാർട്ടി. അദ്ദേഹത്തിൻ്റെ ഒരു അവതാരം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ രാജ്യത്തെ അഴിമതിയെയും അല്ലെങ്കിൽ രാഷ്ട്രീയ അകത്തെ കൊള്ളരുതായ്മകളെയും ഒക്കെ മാറ്റുന്നതിന് വേണ്ടി മാതൃകാപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെ പ്രവർത്തിക്കാമെന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രം രാഷ്ട്രീയം നടത്തുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ സത്യവാചകങ്ങൾ എഴുതി വെച്ച് തൊപ്പി വയ്ക്കുന്നു, ചൂലെന്ന് പറയുന്ന ചിഹ്നം ഉണ്ടാക്കുന്നു. ആ ചിഹ്നം ഈ പറയുന്നത് പോലെ മാലിന്യം തൂത്തുകൂട്ടി കളയുന്നതിന് വേണ്ടിയാണെന്ന് പറയുന്നു. അപ്പം ആ രീതിയിൽ അതുപോലെ ഫ്രീബീസ്, ഒരു ടാക്സ് മേടിക്കുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് ടാക്സ് മേടിക്കുമ്പോൾ ഒരു ഭരണാധികാരി ആ ടാക്സ് ഉപയോഗിച്ച് പൊതുജനക്ഷേമത്തിന് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ മിച്ചം വരുമെന്ന് പറയുന്നു. അങ്ങനെ കറണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അങ്ങനെ ഡൽഹി മൊത്തവും പിന്നെ നശിച്ച് നാറാണക്കല്ലായി. ഡൽഹി ഇപ്പോൾ പോയി കണ്ടാൽ ഈ പറയുന്നത് പോലെ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ കൊണ്ടല്ലാത്ത റോഡുകളെല്ലാം കുണ്ടും കുഴിയുമായിട്ട് കിടക്കുകയാണ്. അതുപോലെ ഈ പറയുന്ന ഫ്രീബീസ് വളരെ കൂടുതൽ. ഇപ്പോൾ ചെറിയ ക്ലിനിക്കും അതിന് പറയുന്ന മൊറാല അങ്ങനെ കണ്ട ക്ലിനിക്കുകൾ. അപ്പോൾ ഈ രീതിയിലൊക്കെ സാധാരണക്കാരിടയിലും അല്ലെങ്കിൽ വളരെ മെയ്വഴക്കത്തോടു കൂടി ആൾക്കാരെ പറ്റിച്ച് ഭരണ സ്വാധീനം ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള നേതാവാണെന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന തെളിവുകൾ പലവട്ടം പരിശോധിക്കുമ്പോൾ ഡൽഹിക്ക് മനസ്സിലാവുന്ന രീതിയാണ് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഇദ്ദേഹത്തെ പറ്റി വരുന്ന ആരോപണം എന്ന് പറയുന്നത് മദ്യനയ അഴിമതി, 2000 കോടി രൂപയുടെ അഴിമതി. ആ അഴിമതി എന്ന് പറയുമ്പോൾ അതിനകത്ത് വ്യക്തതയുള്ള രീതിയിൽ, എത്ര മറച്ചു പിടിച്ചെടുക്കുക അതിനകത്ത് വ്യക്തതയുള്ള രീതിയിൽ വരുന്നു. അതുപോലെ ഏറ്റവും കൂടുതൽ അധികാരമോഹിയായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം പല അഴിമതിക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയക്കാരെ അഴിമതിക്കാർ ലാലു പ്രസാദ്, നമുക്ക് ഏറ്റവും ആദ്യം പറയുമ്പോൾ ലാലു പ്രസാദ്, അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് നടന്നില്ല, സോറൻ്റെ അഴിമതി. അപ്പം ഇവരെല്ലാം അഴിമതിക്കാരാണ്. ആ അഴിമതിക്കാരെല്ലാം അഴിമതി എന്ന് പറയുന്ന വിഷയം വരുമ്പോൾ സോറൻ രാജിവെച്ചില്ലേ മുഖ്യമന്ത്രി സ്ഥാനം. ഇദ്ദേഹം ഇത്രയും കാലമായിട്ട് ആ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് വേറൊരാളെ ഏൽപ്പിക്കാൻ തയ്യാറാവാത്ത ഒരവസ്ഥ. അതായത് ആ മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയാൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കാൻ തക്ക ഒരാൾ പാർട്ടിക്കകത്തില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. പലവട്ടവും ആ മുഖ്യമന്ത്രി സ്ഥാനം മാറേണ്ടി വന്നാൽ അതിന് പ്രാപ്തമായിട്ടുള്ള ഒരാളിനെ ഒരുക്കുന്നതിന് ശ്രമിച്ചത് സ്വന്തം ഭാര്യയാണ്. അപ്പോൾ അതിനകത്തൊരു ക്രിട്ടിസൈസ് അല്ലെങ്കിൽ രാജിവെച്ചത് എങ്ങനെ നിങ്ങളത് മനസ്സിലാക്കണം. ഇയാൾ എവിടെ നിന്ന് ജാമ്യം കിട്ടുന്നു, മുഖ്യമന്ത്രിയായിട്ട് വെളി വരുന്നത്, ജാമ്യ വ്യവസ്ഥ എങ്ങനെയായിരുന്നു അറിയാമോ? സെക്രട്ടേറിയറ്റിൽ കയറാനൊക്കത്തില്ല. സെക്രട്ടേറിയറ്റിൻ്റെ ഒരു ഫയലിലും ഒരു മുഖ്യമന്ത്രിക്ക് ഒപ്പിടാൻ പറ്റത്തില്ല. അതായത് വളരെ കൃത്യമായിട്ട് ഒരു ജനം തിരഞ്ഞെടുക്കുന്ന ഒരു ജനപ്രതിനിധി മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറി നിൽക്കണമെന്ന് കോടതിക്ക് നേരിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് പല ഘട്ടങ്ങളിലും. അത് ഈ നിയമസഭയും കോടതിയും തമ്മിലുള്ള, അല്ലെങ്കിൽ നിയമസഭയാണോ വലുത്, നിയമനിർമ്മാണ സഭ കോടതിയാണോ അല്ലെങ്കിൽ നിയമസഭയാണോ എന്നുള്ള ഇതിനകത്ത് ഒരു നിയമപ്രശ്നമുണ്ട്. ആ നിയമപ്രശ്നമുണ്ട്. ഇതിൽ കൂടുതൽ എന്താ വേണം? ഇതിൻ്റെ അർത്ഥം എന്തോ? ശ്രീജിത്ത് മുഖ്യമന്ത്രിയായിട്ട് സെക്രട്ടേറിയറ്റിൽ ചെല്ലാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ശ്രീജിത്തിന് ഒരു ഫയലിൽ ഒപ്പിടാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ ആ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി ഉണ്ടോ? അപ്പോൾ പിന്നെ അയാൾ രാജിവെച്ചില്ലേ വെക്കും. അയാൾ രാജിവെച്ചില്ലെങ്കിൽ യാതൊരു രക്ഷയുമില്ല, ഭരണ പ്രതിസന്ധി ആയില്ലേ. അതുകൊണ്ട് രാജിവെച്ചത്, അല്ലാതെ ഇറങ്ങി വന്നിട്ട് രാജിവെച്ച് ഈ പറയുന്ന നിതീഷിയോ അവർക്കൊന്നും കൊടുത്തതല്ല. അവർക്ക് കൊടുത്തൊന്നുമല്ല. അപ്പോൾ വീണ്ടും അദ്ദേഹത്തെ ഇലക്ഷൻ നേരിടുകയാണ്. അപ്പോൾ ഈ ഇലക്ഷൻ നേരിടുമ്പോൾ നമ്മൾ വേറെ കാര്യമുണ്ട്. ഇദ്ദേഹത്തിന് 10 കൊല്ലത്തെ അവിടുത്തെ പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ മെയ്വഴക്കവും അദ്ദേഹത്തിൻ്റെ രീതി അനുസരിച്ച് ഇയാൾ പന്നുൻ എന്ന് പറഞ്ഞതാണ്, എൻ്റെ കയ്യിൽ നിന്ന് 350 കോടി രൂപ മേടിച്ചു. അതുപോലെ നമ്മുടെ ഈ പൗരത്വ നിയമത്തിൻ്റെ സമരത്തിന് ഇയാൾ സഹായിച്ചു. ഈ സഹായിക്കുമ്പോഴും കർഷക സമരത്തിന് വേണ്ട കോപ്പ് കൂട്ടുമ്പോഴും ഒക്കെ ആർക്കും മനസ്സിലാവാത്ത രീതിയിലാണ് ഇതൊക്കെ ചെയ്തത്.
300 രൂപയുടെ മുണ്ടും അല്ല പാൻറ്റും 200 രൂപയുടെ ഷർട്ടും സ്ലിപ്പറും ഇട്ടുകൊണ്ട് ഓട്ടോയിൽ കയറുന്നതും താമസിക്കുന്ന ഒരു ദിവസം 2 ലക്ഷം രൂപയുള്ള 7 സ്റ്റാർ ഹോട്ടലിലായിരുന്നു. ഇത് തിരക്കി അറിഞ്ഞപ്പോഴാണ് വെളിയിൽ വരുന്നത്. അതുവരെ അറിയത്തില്ല. ഈ പറഞ്ഞ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞ ലളിത രാഷ്ട്രീയക്കാരൻ 100 കോടി രൂപയ്ക്ക് വീട് മോടി പിടിപ്പിച്ച അരവിന്ദ് കെജ്രിവാളും ഈ പറയുന്ന വെളിയിൽ വിവരാവകാശം വെച്ച് ചില വ്യക്തികൾ രേഖയെടുത്ത് വെളിയിൽ കൊണ്ടുവന്നപ്പോഴാണ് അറിയുന്നത് 100 കോടി രൂപയുടെ വീട്, ഒരു വീട് വസതി മോടി പിടിപ്പിക്കുന്നതിന് എടുത്തതാണ്. ഏത് സംസ്ഥാനത്ത് ഏത് മുഖ്യമന്ത്രി എടുത്തിട്ടുണ്ട് നമ്മളെ വലിയ അഴിമതിക്കാരെന്ന് പറയുമ്പം? അപ്പം ആ രീതിയിൽ വലിയ അഴിമതിക്കാരൻ. അതുപോലെ ഇദ്ദേഹം നടത്തിയ അഴിമതികളെല്ലാം പിടിക്കാൻ പറ്റാത്തോളം ക്രിപ്റ്റോ കറൻസി, അതുപോലെ ഈ അഴിമതി പണങ്ങൾ ഒളിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ശത്രു രാജ്യങ്ങളുടെ സഹായം. വേറെ ഈ ലാലു പറയുമ്പം നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ലാലു പ്രസാദ് മോട്ടിച്ചിട്ടുണ്ട്. മോട്ടിച്ച കാശ് അയാൾ മോട്ടിച്ച് ഇന്ത്യയെ വെച്ചു, അയാൾ കള്ളരാണെന്ന് വിളിച്ചു, അതിന് സ്വർണം മോട്ടിച്ചു, അല്ലെങ്കിൽ വസ്തു അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതി മേടിച്ചു. ഇതൊക്കെ അതിന് തെളിവുണ്ട്, അയാൾ ഇവിടെ തന്നെ. പക്ഷേ ഇയാളെന്ന് പറയുമ്പോൾ ഇയാളുടെ ബന്ധം, ഇയാൾ രാജ്യദ്രോഹിയാണെന്ന് പലവട്ടം തെളിയിക്കത്തക്ക രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇയാളെ രാജ്യത്തിന് വെളിയിലുള്ള നമ്മുടെ രാജ്യത്തെ തകർക്കുന്നതിനും എക്കണോമിക്കൽ ഗ്രോത്തിനെ തകർക്കുന്നതിനും കലാപത്തിനെ ഉരുത്തിരിക്കുന്നതിനും രാജ്യത്തിൻ്റെ പുറകോട്ടുള്ള നടത്തയ്ക്കും വേണ്ടി ഉപയോഗിക്കാൻ ഒരു രാഷ്ട്രീയക്കാരനെ തീരുമാനിക്കുമ്പോൾ ആദ്യം തീരുമാനിച്ച നേതാവ് അരവിന്ദ് കെജ്രിവാൾ ആകുന്ന രീതിയിലൊക്കെ പല കാര്യങ്ങളും തെളിഞ്ഞു വന്നത്. അതായത് പണം ഒളിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറ്, രാജ്യം തയ്യാറ്. അതാണ് ഈ ഇടിക്കാനകത്ത് പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞത്. ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോഴും ഈ സൗജന്യ ജലവും വൈദ്യുതിയും ഈ വിദ്യാഭ്യാസവും എല്ലാം ജനങ്ങൾക്ക് നൽകുന്നത് അവരെ നേരിട്ട് ബാധിക്കുന്ന സംഭവങ്ങൾ സൗജന്യമാക്കിയതിലൂടെ AAPക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയും? പറയാൻ പറ്റത്തില്ല. സൗജന്യങ്ങളോ അതല്ലേ ഫ്രീബീസ് കൊണ്ടാണല്ലോ ഇയാൾ പിടിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ വന്നേക്കുന്നത് അവിടുത്തെ ഖജനാവിന് നഷ്ടം വന്നു 2000 കോടി മദ്യ അഴിമതി കേസിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് കണ്ടില്ലായിരുന്നു, നമ്മുടെ ഈ ഓഡിറ്റിനകത്ത് വന്ന അഴിമതി. അപ്പം BJP വളരെ കൃത്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം രാഷ്ട്രീയ നിരീക്ഷകർ BJPക്ക് അല്ലെങ്കിൽ മത്സരം കനത്തതാവുകയും BJPക്ക് ഒരു മുൻതൂക്കം ഉണ്ടെന്നും BJPക്ക് അധികാരത്തിൽ വരുമെന്ന് പറയുന്നുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ കേൾക്കുന്നത് അതിനകത്ത് വ്യക്തതയില്ല. നമുക്ക് സ്മൃതി ഇറാനിയെ അവിടെ മത്സരിപ്പിച്ചതിന് ശേഷം സ്മൃതി ഇറാനിയെ നേതൃത്വത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ സ്മൃതി ഇറാനി എന്ന് പറയുന്ന ആൾക്ക് വളരെ കൃത്യമായിട്ട് നല്ല ഇമേജും അല്ലെങ്കിൽ കരുത്തുറ്റ ഒരു സ്ത്രീയാണെന്നും നയിക്കാൻ കഴിവുള്ള സ്ത്രീയാണെന്നും ഒക്കെ അറിയാവുന്നതുകൊണ്ട് ആ ഇമേജ് വെച്ചിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി BJP ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് അവർ അമേഠിയിൽ ദയനീയമായി പരാജയപ്പെട്ടു. അപ്പോൾ ജനങ്ങൾ അംഗീകരിക്കുമോ? അല്ല, അമേഠിയിൽ പരാജയപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നേതാവ് ഇപ്പം ഈ പറയുന്ന ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടിട്ടില്ല. ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടെന്ന് പറഞ്ഞു ഇന്ദിരാഗാന്ധി നേതാവല്ലാതാവും. പരാജയപ്പെട്ടതിൻ്റെ ചില കാരണങ്ങൾ, അവിടുത്തെ ചില പ്രതിപക്ഷത്തിൻ്റെ വർക്കുകളും ഒക്കെ നമുക്ക് മനസ്സിലായല്ലോ. സ്മൃതി ഇറാനി എന്തുകൊണ്ട് പരാജയപ്പെട്ടു, അവിടെ എന്തുകൊണ്ട് നേട്ടം കൊയ്യാൻ സാധിച്ചു, അത് കഴിഞ്ഞ് അതിനുശേഷം വന്ന ഉപതെരഞ്ഞെടുപ്പിൽ മനസ്സിലായില്ലേ. അവർ നടത്തിയ പ്രചരണത്തിനകത്ത് കള്ളത്തരം ഒരു പരിധിയിൽ വിശ്വസിക്കുകയും ഇത്തരം കള്ളത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നുണ്ടെന്ന് പ്രതിപക്ഷം അറിയാതെ പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് അവിടെ വിജയിക്കാൻ സാധിച്ചത്. കാരണം അവർ 1 ലക്ഷം രൂപ വെച്ച് മാസം കിട്ടുമെന്നും രാഹുൽ ഗാന്ധി അതുപോലെ ബോണ്ടുകൾ വരെ ഒപ്പിടിയിച്ചില്ലേ, വളരെ കള്ളപ്രചരണം നടത്തിയില്ലേ. അപ്പം ആ രീതിയിൽ തോൽപ്പിച്ചതൊക്കെയാണെന്ന് മനസ്സിലായി. തോറ്റു എന്ന് കണ്ട് ഒരാളെ എഴുതിത്തള്ളാൻ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നിങ്ങളീ ഇന്ന് കാണുന്നതും നമ്മൾ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരൻ വിചാരിക്കുന്ന പലരും തോറ്റിട്ടുണ്ട്. അതിനകത്ത് തോക്കാത്ത ഒരു നേതാവെന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ അകത്ത് ഇലക്ഷനകത്ത് തോറ്റോ അല്ലെങ്കിൽ തോറ്റ ഒരു ചരിത്രമോ നമുക്ക് ഇല്ല. നിയമസഭയിലോ അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന എങ്ങും അദ്ദേഹം തോറ്റതായിട്ടുള്ളൊരു ചരിത്രമില്ല. ഒരിക്കലും ജയിച്ചിട്ടില്ലാത്തതും മത്സരിച്ചപ്പോൾ ഒക്കെ തോറ്റുപോയിട്ടുള്ള ആളല്ലേ 10 കൊല്ലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം ഒരിക്കലും അല്ലെങ്കിൽ ജനത്തിൻ്റെ ഹിതം നേരിട്ട് മനസ്സിലാക്കുന്ന ഒരു ഇലക്ഷനും അദ്ദേഹം നിന്നിട്ടില്ല. ഒരു പ്രാവശ്യം അദ്ദേഹം തോറ്റു, പിന്നെല്ലാം രാജ്യസഭയിലല്ലേ വരുന്നത്. അപ്പം അതുകൊണ്ട് ഒരു നേതാവല്ലാതാവുകയും അല്ലെങ്കിൽ കഴിവില്ലാതാവുകയോ ഒന്നും ചെയ്യുന്നില്ല. അംബേദ്കറിനെ എത്ര വട്ടം കോൺഗ്രസ് തോപ്പിച്ചു, അംബേദ്കറിനെ പലവട്ടം തോപ്പിച്ചു. അപ്പോൾ അംബേദ്കർ മോശമായിട്ടാണോ? തോപ്പിക്കാൻ വേണ്ടി തയ്യാറെടുത്തതും തോപ്പിച്ചു. അദ്ദേഹത്തെ മത്സരിക്കുമ്പോൾ തോക്കുന്നത്. അംബേദ്കറോളം വലിപ്പമുള്ള നേതാവ് ഇന്ത്യ വേറെ ഉണ്ടോ? എന്നിട്ടും അദ്ദേഹത്തെ തോപ്പിക്കാൻ വേണ്ടി വേറെ രാഷ്ട്രീയ പാർട്ടി വിചാരിക്കുമ്പോൾ തോപ്പിക്കാനും ആളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ പ്രാവശ്യത്തെ ഡൽഹി തെരഞ്ഞെടുപ്പ് BJP അധികാരത്തിൽ വരുമെന്നാണ് ഈ പറയുന്ന നിരീക്ഷകർ പറയുന്നത്. സർവേ റിപ്പോർട്ടുകൾ ടൈറ്റ് മത്സരമാണെന്ന് പറയുന്നെങ്കിലും അവസാനം അധികാരത്തിൽ വരുമെന്ന് പറയുന്നു. അപ്പോൾ ഈ രീതിയിലേക്കുള്ള കാര്യങ്ങൾ വന്നാൽ BJPയെ പിന്നെ തടയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഏതായാലും സ്മൃതി ഇറാനി വന്ന് ഡൽഹിയിൽ BJPയെ നയിക്കുമോ എന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അറിയാം. ഏതായാലും മറ്റ് 10 കൊല്ലം ഭരിക്കാം അല്ലെങ്കിൽ ഭരണം പൂർത്തിയാക്കുമ്പോൾ ഈസിയായിട്ട് ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ പഴയ ഇമേജോടുകൂടി വളരെ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആളോ അല്ലെങ്കിൽ വ്യക്തിയോ ഒന്നും അല്ല അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഒരു പരിധിവരെ അഴിമതിക്കാരനും രാജ്യവിരുദ്ധനും അല്ലെങ്കിൽ
ഈ പറയുന്നത് പോലെ രാജ്യവിരുദ്ധ ശക്തികളുടെ കയ്യിൽ നിന്ന് പണം മേടിക്കുന്നതുമായിട്ടുള്ളൊരു നേതാവ് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ എന്നറിഞ്ഞ് വോട്ട് ചെയ്യുന്ന ഒരവസ്ഥ വന്നാൽ കെജ്രിവാൾ ഈ പ്രാവശ്യം നിലംപരിശാകും, ഡൽഹി കെജ്രിവാളിൻ്റെ കയ്യിൽ നിന്ന് പോകും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്.